ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ഡിസംബർ 30 സ്റ്റോക്സ് ആണ്. എടുത്തിരിക്കുന്നത് ഫസ്റ്റ് തന്നെ സീമെൻസ് ആണ്. സീമെൻസ് എടുക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു റെസിസ്റ്റൻസ് സോൺ ആയിരുന്നു ഈ ഒരു റീജിയൻ. ഓക്കെ, അപ്പോൾ ഇതിന് ബ്രേക്ക് ഔട്ട്, ഈ ഒരു റെസിസ്റ്റൻസ് സോണിന് ബ്രേക്ക് ഔട്ട് വന്നിട്ടായിരുന്നു ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. അടുത്ത ക്യാൻഡിലും ആ വാല്യൂവിനെ അവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്, ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതൊരു ഈ ഒരു പാറ്റേൺ ആയിരിക്കും. കയറുന്നു, ഒരു സെക്കൻഡ്, ഈ ഒരു പാറ്റേൺ ആയിരിക്കും. ഓക്കെ, കയറി ഇനി നമ്മൾ ഇനിയും അപ്വാർഡ് മൊമെന്റം ആണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ വരെയൊക്കെ പോകും. ഈ ഒരു ലെവലിനെയും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു അപ്വാർഡ് മൊമെന്റം നമുക്ക് കിട്ടുന്നതാണ്. ഇനി അഥവാ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വരികയാണെങ്കിൽ അടുത്ത മെയിൻ സപ്പോർട്ട് സോൺ ആയ ഈ ഒരു സോണ് വരെയൊക്കെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അടുത്തത് അമർ രാജ ബാറ്ററി ആണ്. അമർ രാജ ബാറ്ററി കുറച്ച് ദിവസമായിട്ട് കൺസോളിഡേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കൺസോളിഡേഷൻ സോണാണ്. ഓക്കെ, ഇത് നല്ലൊരു റെസിസ്റ്റൻസ് സോൺ ആണ്, ഇത് നല്ലൊരു സപ്പോർട്ട് സോൺ ആണ്. ഓക്കെ, ഇവിടെ ഒരു ഇൻസൈഡ് ക്യാൻഡിലാണ് ഉണ്ടായിരിക്കുന്നത്. ഇൻസൈഡ് ക്യാൻഡിൽ ഉണ്ടാകുമ്പോൾ കൂടുതലും നമ്മൾ ആ ഒരു വാല്യൂവിനെ അവിടെ ഹോൾഡ് ചെയ്യണം, അതായത് താഴത്തേക്ക് പോകാതെ. അതായത് ഇപ്പോൾ മൊത്തം ഇങ്ങനെയാണ് പോകുന്നത്, അതിനുശേഷം ഒരു ഡൗൺ ട്രെൻഡ് ആണ്, അതിനുശേഷം ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ഇതിന് നല്ലൊരു അപ്വാർഡ് മൊമെന്റം ആണ് തരുന്നത് എങ്കിൽ ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മൊമെന്റത്തിന് ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവൽ, ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈ വരെയൊക്കെ പോകും. അതിനെയും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ലെവൽ വരെയൊക്കെ എത്തേണ്ടതാണ്. അത് നാളെ തന്നെ എത്തണമെന്നില്ല, 1-2 ദിവസത്തിനുള്ളിൽ എത്താം. ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു മൊമെന്റത്തിന് ചാൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇത് ഈ ഒരു ലെവൽ വരെ, അതായത് ഈ ഒരു ലെവൽ വരെയൊക്കെ വീഴാനും ചാൻസ് ഉണ്ട്. അടുത്തത് അദാനി പോർട്സ് ആണ്. അദാനി പോർട്സും ഇതേപോലെയാണ്, അമർ രാജ ബാറ്ററിന്റെ കണ്ട അതേപോലെ തന്നെയാണ്. ഈ ഒരു സോൺ നല്ലൊരു റെസിസ്റ്റൻസ് സോൺ ആയിരുന്നു. സോണിനെ ബ്രേക്ക് ചെയ്തു, ഇവിടെ വന്നു ഒരു ഇൻസൈഡ് ക്യാൻഡിലാണ് നിൽക്കുന്നത്, ഒരു ഹോൾഡ് ചെയ്ത പോലെയാണ്. ഓക്കെ, അപ്പോൾ ഇതും ഒരു ഡോജി ക്യാൻഡിലാണ്, ഒരു ഇൻഡിസിഷൻ ആണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യാൻഡിലിന്റെ 490 എന്നുള്ള ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു അപ്വാർഡ് മൊമെന്റത്തിന് ചാൻസ് ഉണ്ട്. ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഡൗൺവാർഡ് മൊമെന്റത്തിനും ചാൻസ് ഉണ്ട്. അടുത്തത് ഹാവൽസിന്റെ ആണ്. ഹാവൽസിന്റെ നമ്മുടെ പ്രൈസ് ആക്ഷൻ എക്സാക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, തിരിച്ച് കയറുന്നതാണ്. ഓക്കെ, ഇവിടെ ഹാവൽസ് 2-3 ദിവസമായിട്ട് ഈ ഒരു ഏരിയയിൽ കൺസോളിഡേഷൻ ആണ്, ഈ ഒരു റീജിയനിലും ഈ 2 ക്യാൻഡിലിൻ്റെ ഉള്ളിൽ. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ ഇതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാൻ ശ്രമിച്ചു, പക്ഷെ നടന്നിട്ടില്ല. ഇവിടെയും ഒരു ഡോജിയാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഈ ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നമുക്ക് നല്ലൊരു മൊമെന്റം ഈ ഒരു ലെവൽ വരെ പ്രതീക്ഷിക്കാം, ഈ ഒരു ലെവൽ വരെ. ഇനി അഥവാ ഇതിന്റെ ലോ ആണ് ബ്രേക്ക് ചെയ്യുന്നത് എങ്കിൽ ഈ ഒരു സപ്പോർട്ട് സോൺ വരെ വരാനുള്ള ഒരു ചാൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. അടുത്തത് ബേലാണ്. ബേല് കുറച്ച് ദിവസമായിട്ട് കൺസോളിഡേഷൻ ആണ്, പക്ഷേ ഈ ഒരു റേഞ്ചിന് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രേക്ക് ഔട്ട് തരുന്നില്ല. കാരണം ഈ ഒരു റേഞ്ചിൽ തന്നെ കിടന്നാണ് ഇത് മൂവ് ചെയ്ത് കളിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിന് ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു മൊമെന്റം ലഭിക്കുന്നതാണ്. ഇവിടെ ഹോൾഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫോള് പ്രതീക്ഷിക്കാം. അഥവാ ഇതിന്റെ ഹൈ ആണ് ബ്രേക്ക് ചെയ്യുന്നത് എങ്കിൽ നല്ല രീതിയിലുള്ള ഒരു അപ്വാർഡ് മൊമെന്റത്തിനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലെവൽസ് ആണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ഇതിൻ്റെ ബൈയിങ് ലെവലോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പാകത്തിന് വിട്ട് തരികയാണ്. ഓക്കെ, ഞാൻ അതിൻ്റെ സോൺ വൈസ് ഞാൻ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ബേലിൻ്റെ വീക്ക്ലി ചാർട്ടാണ്. വീക്ക്ലി ചാർട്ടിൽ ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോർമേഷൻ ഉണ്ട്. ഓക്കെ, ട്രയാങ്കിൾ ഫോർമേഷൻ്റെ വക്കത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് അതിനെ ഡെയിലി ചാർട്ടിലേക്ക് മാറ്റാം. ഇത് നമ്മളതിൻ്റെ ഡേ ചാർട്ടാണ്. ഇതും എക്സാക്റ്റ് ആയിട്ട് പ്രൈസ് ആക്ഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. നോക്കിയാൽ മനസ്സിലാവും, ഈ ഭാഗത്ത് ഭയങ്കരമായിട്ട് കൺസോളിഡേഷൻ ഈ ഒരു റേഞ്ചിൽ ഒന്ന് ഹിറ്റ് ചെയ്തു, വന്ന് സപ്പോർട്ട് എടുത്തു, വീണ്ടും ഈ റീജിയനിൽ ഒന്ന് ഹിറ്റ് ചെയ്തു, റിട്ടേൺ വന്നു, ബ്രേക്ക് ചെയ്തു, അതിനുശേഷം ഇവിടെ വന്നു ഈ ഒരു റെസിസ്റ്റൻസ് സോൺ വന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷം മുകളിലേക്ക് പോയി. ഓക്കെ, അതിനുശേഷം ഇതിന് ബ്രേക്ക് ഔട്ട് വന്നു, ഈ ഒരു റീജിയനിൽ സപ്പോർട്ട് എടുത്തു, വീണ്ടും മുകളിലേക്ക് പോയി. ഓക്കെ, അതിനുശേഷം ഈ റീജിയനിൽ വന്നിട്ട് വീണ്ടും സപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ കുറച്ച് കൺസോളിഡേഷനും കാര്യങ്ങളും. അതിനുശേഷം നമ്മൾ നല്ലൊരു ഫോൾ ആണ് വന്നത്. ഈ ഒരു ട്രെൻഡ് ലൈൻ നന്നായിട്ട് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം
നല്ലൊരു ഫോൾ വന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു സപ്പോർട്ട് എടുത്തതിന് ശേഷം വീണ്ടും വന്നിട്ട് ഈ ഒരു റെസിസ്റ്റൻസ് സോണിനെ അല്ലെങ്കിൽ സപ്പോർട്ട് സോണിനെ ക്രോസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതിനുശേഷം ഇത് നമ്മുടെ എക്സാക്ട് പാത്ത് തന്നെയാണ്. മുകളിലേക്ക് വരുന്നു, ഇവിടെ റെസിസ്റ്റൻസ് വന്നു, ചെറുതായിട്ട് റീട്രേസ് ചെയ്ത് വീണ്ടും മുകളിലേക്ക് പോയി, സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലേക്ക് പോകാനുള്ള ടെൻഡൻസിയാണ്. ഓക്കെ, അപ്പോൾ നാളെ അല്ലെങ്കിൽ കുറച്ച് ദിവസത്തിനുള്ളിൽ ഇതൊരു സ്വിംഗ് പിക്ക് ആയിട്ടും കണക്കാക്കാം. ഇപ്പോഴത്തെ കണ്ടീഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്ട്രാറ്റജിയും കാര്യങ്ങളും മാർക്കറ്റ് കണ്ടീഷനും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒരു സ്വിങ്ങിലേക്ക് എൻട്രി ആവാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ ബ്രേക്ക്ഔട്ടിനനുസരിച്ച് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ടാർഗറ്റ് നിങ്ങളെ ഇഷ്ടാനുസരണം മെയിൻ രീതിയിലുള്ള ടാർഗറ്റ് ഈ ഒരു റീജിയൻ 42 റീജിയൻ നമുക്ക് സെറ്റ് ചെയ്യാം. അടുത്തത് ഈ ഒരു സോൺ സെറ്റ് ചെയ്യാവുന്നതാണ് ഒരു സ്വിങ്ങിലേക്ക് പരിഗണിച്ചുകൊണ്ട്. ഓക്കെ, നമുക്ക് പ്രധാന റെസിസ്റ്റൻസ് സോൺ ആയിട്ട് വരിക ഇതായിരിക്കും, ഈ ഒരു ലെവല്. ഓക്കെ, അപ്പോൾ അതും കൂടി പരിഗണിച്ചിട്ട്, അതായത് ഈ ഒരു സോൺ ബ്രേക്ക്ഔട്ട് തന്നതിന് ശേഷം നിങ്ങൾക്ക് ഇത് കുറച്ച് സേഫ് പ്ലേയേഴ്സ് ആണെങ്കിൽ ഈ ഒരു ലെവലും കൂടി ബ്രേക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അല്ലാത്ത പക്ഷം കൂടുതലും ഈ ഒരു മൂവ്മെന്റ് ഉണ്ടാകാൻ ചാൻസ് നേരെ കയറും. ഈ ഒരു ബ്രേക്ക്ഔട്ട് വന്നതിന് ശേഷം ഇവിടെ തട്ടി റെസിസ്റ്റൻസ് എടുത്തതിന് ശേഷം ഈ ഒരു റീജിയൻ സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും മുകളിലേക്ക് പോകേണ്ട ചാൻസ്. അപ്പോൾ അത്രയും ഒരു മൂവ്മെന്റ് വരുന്നത് വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ട്രേഡ് എടുക്കുക. നമുക്കൊരു 1 hour ക്യാൻഡിൽ ഇട്ട് നോക്കി കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ട് ആ സോണിന്റെ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഈ ഒരു സോണിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു സോണിന്റെ അപ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേൺ ശ്രദ്ധിക്കുമ്പോൾ കറക്റ്റായിട്ട് എക്സാക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. കണ്ടോ, ഇവിടെ വന്നു റെസിസ്റ്റൻസ് എടുത്തു, ഈ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മുകളിലേക്ക് പോകുന്നു, ഈ റീജിയനിൽ റെസിസ്റ്റൻസ് എടുക്കുന്നു, ഈ റീജിയനിൽ സപ്പോർട്ട് എടുക്കുന്നു, വീണ്ടും വന്നിട്ട് നമ്മുടെ ഈ റെസിസ്റ്റൻസ് സോണിനെ ഹിറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് പോകുന്നു, ഈ ഒരു റീജിയനിൽ റെസിസ്റ്റൻസ് എടുക്കുന്നു, വീണ്ടും ഈ ഒരു റീജിയനിൽ സപ്പോർട്ട് എടുത്തതിന് ശേഷം ആണ് മുകളിലേക്കുള്ള ഒരു മൂവ്മെന്റ്. ഇത് ചിലപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നാവാം അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തു നിന്നാവാം സപ്പോർട്ട് എടുക്കുന്നത്. അത് നമ്മൾ എക്സാക്റ്റ് ആയിട്ട് എവിടെ നിന്നാണ് സപ്പോർട്ട് എടുക്കുന്നതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ വെയിറ്റ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം. അല്ലാത്ത പക്ഷം ഈ ഒരു റീജിയനിലും നിങ്ങൾക്ക് എൻട്രി എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സ്റ്റോക്സിന്റെ ലെവൽസ് നോക്കാം. ഫസ്റ്റ് തന്നെ അമറാജ ബാറ്ററിയാണ് 939 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 923 രൂപ 50 പൈസയ്ക്ക് താഴേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. അടുത്തത് അദാനി പോർട്സ് ആണ്. അദാനി പോർട്സ് ഒരു ട്രയാങ്കിൾ ഫോർമേഷൻ ഉണ്ട്. അപ്പോൾ നാളെ ഇതിന്റെ ബ്രേക്ക്ഔട്ടിനനുസരിച്ച് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. അങ്ങനെ ട്രേഡ് എടുക്കുമ്പോൾ ഈ ഒരു ലെവലിന് മുകളിലേക്ക് നമുക്കൊരു ബൈ എൻട്രിക്ക് പരിഗണിക്കാവുന്നതാണ്. അത് കുറച്ച് റിസ്കി ട്രേഡേഴ്സ് പരിഗണിച്ചാൽ മതി. സേഫ് പ്ലേയേഴ്സ് ആണെങ്കിൽ ഈ ഒരു ലെവല് 489.75 എന്നുള്ള ലെവല് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ സെല്ലിംഗ് ലെവൽ ആണെങ്കിൽ 481.60 താഴേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. അടുത്തത് ഹാവൽസ് ആണ്. ഹാവൽസ് 915 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 900 രൂപയ്ക്ക് താഴേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. ഇവിടെ ചെറിയ രീതിയിലുള്ള സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെയാണ് വരുന്നത്. പിന്നെ ഇതൊരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്, സപ്പോർട്ടായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു ലെവൽ വെച്ചത്. ഓക്കെ, 900 ലെവലിൽ നിന്ന്. കാരണം ഇതിന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു മൊമെന്റം തരും. അതിനുശേഷം ഒരു റീട്രേസ്മെന്റ് വന്നതിന് ശേഷം ഈ ഒരു ഭാഗം ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മൾ എൻട്രിക്ക് പരിഗണിച്ചാൽ മതി. അല്ലാത്ത പക്ഷം ചിലപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ട് ചെറിയൊരു ഈ ഒരു ലെവലിലൊക്കെ വന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷം അതേപോലെ തിരിച്ചു കയറാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ബ്രേക്കിംഗ് സമയത്ത് ഒരു സ്കാൽപ്പിംഗ് മെന്റാലിറ്റിയോട് കൂടി ട്രേഡ് എടുക്കാം. അല്ലാത്ത പക്ഷം നമ്മൾ റീട്രേസ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അടുത്തത് സീമെൻസ് ആണ്. സീമെൻസ് 1582 രൂപ 80 പൈസയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 1555 രൂപ 30 പൈസയ്ക്ക് താഴേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. അപ്പോൾ പുതിയ ഒരാളാണ് ഇത് കാണുന്നത് എങ്കിൽ ലെവൽസ് മനസ്സിലാവും. എന്തൊക്കെയാണ് ലൈൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുകളിലേക്ക് ഒരു ബൈയിങ് എൻട്രിക്ക് പരിഗണിക്കാം, ഇതിന് താഴത്തേക്ക് ഒരു സെല്ലിങ് എൻട്രിക്ക് പരിഗണിക്കാം. ഓക്കെ, ഈ ഗോൾഡൻ ലൈന് അല്ലെങ്കിൽ യെല്ലോ ലൈന് സ്റ്റോപ്പ് ലോസ് ആണ്. ഈ ഒരു പൊസിഷനിൽ ബൈ ചെയ്യുമ്പോൾ ഈ ഒരു ലെവലിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഈ ഒരു പൊസിഷനിൽ ഷോർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ലെവലിൽ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വയ്ക്കാം.
ഇത് ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ് ആണ്. ഇതുപോലെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ടാർഗറ്റ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ലെവൽസ് എല്ലാം എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടേതായ സ്ട്രാറ്റജിയും കൂടി പരിഗണിച്ച് മാത്രം ട്രേഡിലേക്ക് എൻട്രി ആവാം. അപ്പോൾ നിങ്ങൾ സ്വിംഗ് ട്രേഡ്സ് ആണ് ഇപ്പോൾ പരിഗണിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ സമയത്ത് എടുക്കുമ്പോൾ നിങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ട് എടുക്കുക. പല സ്റ്റോക്സിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ ഒരു രീതിയിൽ ഒരു നിഗമനത്തിലെത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ട്രേഡ് എടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങളും കാര്യങ്ങളും തീർച്ചയായിട്ടും അറിയിക്കാവുന്നതാണ്. കമൻറ്റിലൂടെയോ പേഴ്സണൽ മെസ്സേജ് ആയിട്ടോ എങ്ങനെയായാലും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ലാഭകരമായ ഒരു ദിവസം നേർന്നുകൊണ്ട് നിങ്ങളോട് വിട പറയുകയാണ് നിങ്ങളുടെ സ്വന്തം അരുൺജി.